ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ ചായപ്പടിയൊക്കെ കഴിഞ്ഞ് പുട്ടും പഴമായിരുന്നു കേട്ടോ ഇന്ന് ചായക്കടി. അപ്പോൾ ചായപ്പടിയൊക്കെ കഴിഞ്ഞ് ഞാനും മക്കളും കൂടി പറമ്പൊക്കൊന്ന് കയറാണ് കേട്ടോ. എൻ്റെ അച്ചൂട്ടി നിൽക്കേ, അച്ചൂട്ടി കോടൽ തുടങ്ങിയിരിക്കണേ. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ പറമ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുവരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വെളിച്ചെണ്ണ സോപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ എടുത്തുകാണ് 2-3-4 കിറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി വർഷക്കാലത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ കുറവാണല്ലോ. അപ്പോൾ അതും വിചാരിച്ചിട്ട് പറമ്പ് പോയിട്ട് തേങ്ങ എടുത്തോണ്ടാന്ന് വിചാരിച്ചിട്ട് കുട്ടികളെയും കൊണ്ട് പോവാണ് കേട്ടോ. ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചിലപ്പോൾ ഇന്ന് കഞ്ഞിയും നല്ല മാങ്ങാ ചമ്മന്തിയും ആക്കണം എന്നാണ് വിചാരിച്ചിരിക്കണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെയിലാവുമ്പോഴത്തേന് പറമ്പൊക്കെ ഒന്ന് പോവാ വിചാരിച്ചിട്ട് പോവാണ്ട് മക്കളെയും കൊണ്ട്. എല്ലാവരും ഉണ്ട്. അതാ അച്ചുട്ടി മറ്റേ രണ്ടാളും മുന്നിൽ ഓടിക്കണേ. അല്ലൂട്ടനും ഇതാ ചാക്കൊക്കെ കയറ്റി. അല്ലൂട്ടനും അച്ചുട്ടി ഓരോ ചാക്ക് കൈ പിടിച്ചിരിക്കണം കേട്ടോ. പിന്നെ ആദ്യകൂട്ടൻ്റെ അടുത്തുണ്ട് 2 ചാക്ക്. എല്ലാവരും ഓരോ ചാക്ക് കയ്യിലെടുത്തിരിക്കണം കേട്ടോ. കിട്ടണ തേങ്ങ ചാക്കിൽ പോരുമ്പോൾ തന്നെ കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ടാണ് പോണത് കേട്ടാ. ഒരാള് തെറ്റി കുത്തിറക്കായിരുന്നു കേട്ടാ, പോരൂലെന്ന് പറഞ്ഞിട്ട് കുറുമ്പാട്ടിരിക്കുന്നു. ഇപ്പൊ അത് വരുന്നേ. ഇപ്പൊ ഇളക്കാം. അപ്പൊ ഇതാ ഗേസ് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ മൂച്ചിമൊക്കെ ചെറുതായിട്ടൊക്കെ പഴുത്തിക്കണം. പറമ്പിൽ നിറയെ മൂച്ചാണ് കേട്ടോ. പക്ഷെ കയറി വരുന്ന കാര്യമാണ്. പിന്നെ മരത്തുമ്മ കയറിയിട്ട് നമുക്ക് എടുക്കാൻ കഴിയൂല. അത്രക്ക് ഇതാണ് മരത്തുമ്മല്. അത്രക്ക് വലിയ വലിയ മരങ്ങളാട്ടോ. അപ്പം നമുക്ക് കയറി എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. ചോട്ട് വീണാൽ കിട്ടും. കണ്ടില്ല, നല്ല രസമുള്ള പെരയിൽ നിങ്ങൾ കയറിയപ്പോത്തിന് തന്നെ ഈ കയറ്റം കയറിയപ്പോത്തിന് തന്നെ കിതപ്പ് തുടങ്ങിയിട്ടാ. പറയാനൊന്നും പറ്റണില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ തൊടിയിലെത്തിയിട്ടാ. അപ്പോൾ എളാപ്പാടെ തൊടികളൊക്കെയാണ് തൊട്ടടുത്തുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളെ കണ്ടത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു ചോട്ടിൽ, തെങ്ങിൻ്റെ ചോട്ടിട്ടാ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടുക, ചാക്കിലാക്കുക, അതൊക്കെയാണ് ഇനി പരിപാടികൾ കേട്ടോ. മക്കളൊക്കെ കുട്ടികൾക്ക് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ പെറുക്കിക്കാണ്ട് കൂട്ടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീണ് എപ്പോഴെങ്കിലൊക്കെ ഇടിച്ചലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങ ചോട്ടിൽ നിന്ന് പെറുക്കിക്കാണ്ട് കൊണ്ടുപോകലാണ് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഓരോന്നും കിട്ടുന്നത് ചാക്കിലാക്കിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം മുളച്ച തേങ്ങയൊക്കെ കണ്ടമാനം ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം മുളച്ച തേങ്ങ ഒന്നും കാണുന്നില്ല. മുളച്ച തേങ്ങ ഉണ്ടായാലും കുട്ടികൾക്ക് പൊങ്ങ് കിട്ടുള്ളൂ. ഇപ്പോൾ പൊങ്ങൊന്നും ഇല്ല തോന്നുന്നു കേട്ടോ. മുളച്ച തേങ്ങ ഒറ്റൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. ഇതാ പറമ്പ് കയറി തെങ്ങിനോട്ട് നിന്നൊക്കെ കുറച്ച് തേങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിയത്തെ കണ്ടത്തിനെ നോക്കിയിട്ടുള്ളൂ കേട്ടോ. 2 കണ്ടം നോക്കിക്കാണ്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ തേങ്ങയൊക്കെ പെറുക്കിക്കാണ്ട് ഒരു ഭാഗത്തേക്ക് വെച്ചെടുക്കണം. ഓരോരുത്തർ ചാക്കിലിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ചൂടാകുമ്പോൾ പെരയിലെത്തും വേണം. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അല്ലേ, നിൽക്കാൻ കഴിയൂല. അപ്പോൾ പറമ്പിൻ്റെ മുകളിലായാലും നല്ല കാടാണ് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെയും ചൂട് തന്നെയാണ് കേട്ടോ. കയറ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടും പയ്യൊക്കെ തന്നെയാണ്. അതാ പൊന്നൂസിന് നോട്ട് ചൊക്കിപ്പഴാണത്. ചൂടാണിത്. അച്ചപ്പത്തിന് മാങ്ങ തിന്നൽ തുടങ്ങിയാണ്. ചൊക്കിപ്പഴം എന്നിട്ട് മധുരമുണ്ടോ മാങ്ങ? ചൊക്കിപ്പഴം. തേങ്ങ വറുക്കാൻ പോയപ്പോൾ ചൊക്കിപ്പഴം കിട്ടിയിട്ടുണ്ട്. അതാണ്ട് പൊന്നൂസ് അച്ചുട്ടിക്ക് ഒന്ന് കൊടുന്നെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ അടിയത്തെ കണ്ടത്തിന് കൊണ്ടുപോകട്ടെ, പിന്നെ വൈകുന്നേരം വരാം. ശരിക്കും കൊടുക്ക. അടിയാ കിട്ടിയാ കിട്ടിയില്ലേ? ചൊക്കിപ്പഴട്ടാ. ഓ കൊടുക്കേ. ഓ കൊടുക്ക, അച്ഛനെടുക്ക. ഉമ്മച്ചി വേണ്ട, ആദ്യം കൊടുത്താളോ. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ചക്കയും കഴിക്കണ പറഞ്ഞേ പോയോക്കെ. ഞങ്ങൾ ഏകദേശം നല്ല ചൂടാണ്, വെയിൽ കേട്ടോ. അപ്പോൾ വല്ലാതെ ഒന്നും നിന്നിട്ടില്ല. അപ്പോൾ കിട്ടിയത് അടിയത് കണ്ടത്തിന് കിട്ടിയ കുറച്ച് തേങ്ങയായിട്ട് പോവാൻ. കുറച്ച് പൊന്നു അച്ചൂട്ടിക്ക് ഇതാ 3 മാങ്ങ കിട്ടിയിരിക്കണേ. പിന്നെ ഇതാ ആദ്യമോനെ, അങ്ങനെ എല്ലാവരും കുറച്ച് തേങ്ങ എടുത്തുകൊണ്ട് പോകട്ടെ. പിന്നെ വൈകുന്നേരം വരാറുണ്ട്. കാരണം ഭയങ്കര ചൂടത്തൊന്നും പറമ്പിൽ നിൽക്കാൻ കഴിയൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ ഒന്നും നിന്നിട്ടില്ല. ഒരു ചാക്ക് എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടാളൊരു ചാക്കും കൂടി
റെഡിയാക്കിയിട്ടുണ്ട്. മേലത്തെ കണ്ടത്തൊക്കെ ഒന്നും കയറിയിട്ടില്ല കേട്ടോ. അവിടെ ഇനി വൈകുന്നേരം വന്നിട്ട് പോവാറ്. ഈ 2 കണ്ടത്തിൽ നിന്ന് കിട്ടിയ തേങ്ങയായിട്ട് പോവാണ് കേട്ടോ. ഈ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാനൊക്കെ പണിയുണ്ട്. രാവിലെ തന്നെ ഇതിനായിട്ട് പോകുന്നതാണ് കേട്ടോ. ആ മെല്ലെ പെരീക്കൊണ്ട് പോട്ടെ, പെരീക്കൊണ്ട് പോവട്ടാ. ഇനി വൈകുന്നേരം വരുള്ളൂ കേട്ടാ. അത് കുറച്ചുള്ളൂ, ഒരു 4-5 എണ്ണം പൊന്നോ, കുറച്ചുള്ളത്. അങ്ങനെ എന്താ കുട്ടികളൊക്കെ പൊന്നൂസ് 2-3 തേങ്ങയൊക്കെ ആയിട്ട് ഓരോ ചാക്കായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളും ആണ്ട് മുന്നിലേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇതാ ചാക്ക് കിട്ടിയ തേങ്ങയൊക്കെ തലയിലും വെച്ചിട്ട് ഞാനോണ്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ പിന്നെ മേലത്തെ കണ്ടത്തേക്കൊന്നും കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചോറുന്നര കഴിഞ്ഞിട്ട് കയറി വരാമെന്ന് വിചാരിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഇനി ചെന്നിട്ട് വേണം നമ്മൾ കഞ്ഞിയോ ചോറോ എന്തൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വല്ലാതെ ഒന്നും പറമ്പിൽ നിന്നാൽ നേരം പോണത് അറിയൂല. അപ്പോൾ ചെന്നിട്ട് വേണം ഉച്ചയ്ക്ക് ചോറ്റിനും ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ ഇതാ ഞങ്ങൾ തേങ്ങ കൊണ്ടുവന്നിട്ട് ഒരു 10-40 തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി വൈകുന്നേരം പോവാൻ വിചാരിച്ച്. ഭയങ്കര വെയിലല്ലേ. അപ്പോൾ കുട്ടികളെല്ലാം കുഴങ്ങി, ഭയങ്കര ചൂടും വെയിലും. രാവിലെ പോകണം വിചാരിച്ചു, പോയപ്പോൾ തന്നെ 9 മണിയാക്കണം കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം ഒന്നും കൂടി കയറണം. അപ്പോൾ വെളിച്ചെണ്ണ സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതും വിചാരിച്ചാണ് നമ്മൾ പോണത്. ആട്ടി വെച്ച വെളിച്ചെണ്ണയൊക്കെ എടുത്തു. ഒരു 3-4 കിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ തേങ്ങയൊക്കെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഉച്ചയ്ക്ക് ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ ഒന്ന് ഉച്ചങ്ങൾ തിരിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെയും രണ്ടാമതും പറമ്പൊക്കെ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ചെന്ന് പിന്നെ ചോറുണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. നല്ല മട്ടേരിയുടെ കഞ്ഞി വെച്ചു. കഞ്ഞിയും പിന്നെ നല്ല മാങ്ങ അറുത്തിട്ട് നല്ല മാങ്ങയും ഉണക്കച്ചെമ്മീനും ഇട്ട് കാണാൻ നല്ല ചമ്മന്തി ഉണ്ടാക്കി, ചീനമുളകൊക്കെ അറുത്തിട്ട്. അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ കൂടി ഇന്ന് കഞ്ഞിയും ചമ്മന്തി ആക്കി കേട്ടോ. കാരണം പറമ്പിൽ പോയി വന്നപ്പോഴത്തേന് പിന്നെ ചോറൊന്നും ഉണ്ടാക്കിയില്ല. ചോറ് മാത്രമേ ഉണ്ടാക്കി, കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കഞ്ഞി അങ്ങോട്ട് വെച്ചു. കഞ്ഞി രാവിലെ വെക്കുന്നതാണ്. അപ്പോൾ കഞ്ഞി അങ്ങോട്ട് വെച്ച് കഞ്ഞിക്ക് നല്ല ചമ്മന്തി അരച്ചു. അപ്പോൾ പിന്നെ എല്ലാവർക്കും അതുതന്നെ മതി. അങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒന്നും കൂടി കയറിയതാട്ടോ. അപ്പോൾ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ചക്ക എടുക്കാനായിട്ട് ഇക്കയും പോന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചക്ക ഉണ്ട് പറഞ്ഞപ്പോൾ ഇക്കാനെയും കൊണ്ടാണ് പോകുന്നത് കേട്ടോ. എന്നാൽ ഇക്ക ചക്ക എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തോളും. ഞങ്ങൾക്ക് തേങ്ങ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഏതായാലും ഇന്നത്തോട് കൂടിയാണ് തേങ്ങ കൊണ്ടുപോക്ക് കഴിഞ്ഞാൽ നാളെ മുതൽ പൊളിച്ചാലോ വിചാരിച്ചു. ഇപ്പോൾ നല്ല വെയിലാണല്ലോ. 2 ദിവസം കൊണ്ട് തന്നെ തേങ്ങയൊക്കെ പൊരിയാവും. അത്ര വെയിലാണ്. അപ്പോൾ കുട്ടികളങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇക്കയും മക്കളും കൂടി അങ്ങോട്ട് മുകൾക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കയറണേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്നുള്ളത്. രാവിലെ തൊട്ട് ഈ പരിപാടിയാണ് കേട്ടോ. തേങ്ങ കൊണ്ടുപോവുക. പിന്നെ കുറച്ച് സോപ്പ് ഉണ്ടാക്കാനുള്ള ഓർഡർ ഉണ്ടായിരുന്നു, ഒരു അലോവേര സോപ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് അതൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസങ്ങൾ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ അവിടുന്ന് വിളി തുടങ്ങിയിട്ടുണ്ട്. മേലെന്ന് വരിമ്മാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടോ. കയറിയാൽ മാങ്ങയും ചക്കയും തേങ്ങയും ഒക്കെ ഉണ്ട്. പക്ഷെ കയറാനാണ് പണി. കയറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പാറക്കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാറക്കെട്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുക കുറച്ച് നേരം. പിന്നെ കൂട്ടിന് കുറുക്കന്മാരുണ്ട്, മയിലുകളുണ്ട്, പന്നികളുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരമായ കുറുക്കന്മാരെ കാണാം, മയിലിനെ കാണാം, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പോകുമ്പോൾ നമുക്ക് നല്ലൊരു പഴുത്തൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. മാങ്ങ പഴുക്കണേ ഉള്ളൂ. അച്ചുട്ടിനെ അതാ അവിടെ ഇരുത്തേക്കും കേട്ടോ. അച്ചുട്ടിക്ക് മാങ്ങ കൊടുത്ത് അച്ചുട്ടി മാങ്ങയും തിന്നിങ്ങനെ ഇരിക്കണം. അവള് പിന്നെ തേങ്ങ എടുക്കാനൊന്നും പോലുള്ള കള്ളത്തിയാണ്. കണ്ടത്തിന് ഇങ്ങനെ ഇട്ടോണ്ട് കേട്ടോ. മാങ്ങ ഇതിമൊക്കെ ഉണ്ടച്ചോ. അതാ നമ്മളെ പൊന്നൂസ് അതാ മോള് ഒരു ഷാളൊക്കെ ഇട്ട് കണ്ണടയൊക്കെ വെച്ച് സൂപ്പറായിരിക്കണം. തേങ്ങ പെറുക്കാൻ പോയതാണ്ടാ. ഇനി കുറച്ച് കഴിയാണ്ട് ചൊറിയണോ കടിച്ചണോ മുള്ളുത്തീ അറിഞ്ഞിട്ട് വരും. നല്ലൂ ആദ്യമൊക്കെ മേലാണ്. അപ്പം നല്ലൂച്ചിൻ്റെ മാങ്ങ എൻ്റെ അച്ചുട്ടി തിന്നു കേട്ടോ. അപ്പോൾ ഓരങ്ങോട്ട് കയറി പോയിക്കണം. ഞാനും ചുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പാറപ്പുറത്തല്ലേ ആച്ചോ. എൻ്റെ അല്ലുവിൻ്റെ പണി ഇതാണ്. എവിടെയെങ്കിലും പൊങ്ങോ
കരിക്കോ കുട്ടിയോല് അത് കുത്തി പൊട്ടിച്ചു. മൂത്തുക്കണാ ചക്ക മൂത്തുക്കണോന്ന് ഇക്കതാ ചക്ക വെട്ടിക്കൊണ്ടിരിക്കണം. ചക്കക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ഇക്കാന്. ഇപ്പൊ കൂടാ അജ്ജി ഈ പെണ്ണുങ്ങൾ ഇറങ്ങിക്കൂടാ. എന്താ അത്ര ഉള്ളൂ. വെജ്ജാ വെജ്ജാ ഇക്കീന്ന് അറിയോള്. ഒരു പാട്ട് വെച്ചാ ഒരു പാട്ട്. ഏതാ പാടാ? സ്റ്റേജിൽ കയറി ഏതാ പാടാ? പാടാ 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 പിന്നത്തെ കളിച്ച ഔട്ടാമേ. അങ്ങനെ ഇതാ പിന്നെ ഇനി തേങ്ങയൊക്കെ വലിച്ച് കൊണ്ടുവരാൻ ഓരോരുത്തർ ഇങ്ങനെ മക്കൾ ഇങ്ങനെ ഓരോ കണ്ടത്തിന് കൊടുന്നു തരുന്നുണ്ട് കേട്ടോ. ഞാനിത് വാങ്ങിയിട്ട് നമ്മൾ കൊടുന്ന് അടിയത്തെ കണ്ടത്തിൽ കൊടുന്ന് കൂട്ടുകയാണ് കേട്ടോ. എന്നാലല്ലേ നമുക്ക് ഒന്നായിട്ട് എല്ലാവർക്കും കൂടെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓരോ കണ്ടത്തിന് ഇങ്ങനെ എടുത്തിടുകയാണ് കേട്ടോ തേങ്ങ. അപ്പോൾ കിട്ടുന്നത് നമ്മൾ ചാക്കിലാക്കിയാണ് ഇങ്ങോട്ട് കൊടുന്നുകാണ്ട് ഇവിടെ കൂട്ടിയിടുകയാണ് കേട്ടോ. ഇവിടെ പച്ചമാങ്ങ തിന്നാൻ ഇങ്ങനെ ഒന്ന് കടിച്ച് തിന്നാൻ വിചാരിച്ചാണ് നോക്കിയത് എന്നിട്ടോ. അപ്പോൾ കിട്ടണില്ല. അപ്പോൾ ഏതായാലും ആ ശ്രമം അവിടെ നിർത്തി. ഓലക്കൊടി കൊണ്ടൊക്കെ ഒന്ന് അടിച്ചാൽ നോക്കിട്ടോ. വലിയ ഓലക്കൊടിൻ്റെ പട്ടെടുത്തിട്ട് പക്ഷെ നല്ലൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇതാ നമ്മൾ തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് ചാക്കിലാക്കി പോകാനുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ ഓരോ ചാക്കാക്കി നിറക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും ഓരോരോ ചാക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ അടിയത് കണ്ടത്തേക്ക് ഇടലും ചാക്കിലാക്കലും ഒക്കെ പാടെയാണ് കേട്ടോ. അപ്പോൾ കാരണം വൈകുന്നേരമായി തുടങ്ങിയിരിക്കണ്. അപ്പോൾ ചക്കയായിട്ട് ഇക്കയും പോവും. ചക്ക എടുക്കാൻ വന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം ചക്ക പഴുത്ത ചക്കയും മൂത്ത ചക്കയൊന്നും തിന്നിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ദാഹിക്കണമെന്ന് പറഞ്ഞിട്ട് കടയിൽ പോയി എല്ലാവരും ഓരോ ടിലോക്കൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ എല്ലാവരും കൂടി കഴിഞ്ഞിരുന്നു കേട്ടോ. അച്ചൊക്കെ ആകെ ക്ഷീണിച്ചു ഗൈസ്. ഒറ്റതാ പൊന്നൂസിതാ ഒക്കെ കുഴങ്ങി തളർന്ന് ഐസും വെള്ളത്തിൻ്റെ കുപ്പി ഫുള്ള് കുടിച്ച് ഒരു കുപ്പി ടിലോ കുടിച്ച് കാക്കാരെ കൂടെ. അങ്ങനെ ഇതാ ഗൈസ് ഞങ്ങൾ പറമ്പിലൊക്കെ പോയി കുട്ടികളെ അവിടെ കളിക്കാനായിട്ട് ഗ്രൗണ്ടിക്ക് അവിടെ നിന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി പോന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാനും അച്ചുട്ടിയും പൊന്നൂസും ഇക്കയും കൂടി ഇങ്ങോട്ട് പോകുന്നത്. ഇക്ക ഓട്ടം കിട്ടിയപ്പോൾ ഓടാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്ക പോകുന്നതുകൊണ്ട് ചക്കയും കൊണ്ടുവന്നു തേങ്ങയും കൊണ്ടുവന്നു. നാളെ മുതൽ തേങ്ങ പൊളിക്കൽ തുടങ്ങണം. പൊളിച്ചാട്ടണം കേട്ടോ. അപ്പം നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും തേങ്ങയൊക്കെ. എന്താ പറയാ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട്. അത്തരം പരിപാടികളായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്ക് കഞ്ഞിയാണ് വെച്ചിരുന്നത്. കഞ്ഞിയും ചമ്മന്തിയായിരുന്നു. അപ്പം ഇനി രാത്രിയൊക്കെ കറി ആയിട്ടിട്ട് ഇനി മീനും പൊരിച്ചണം. മീൻ മുറിച്ച് റെഡിയാക്കാണ്ട് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിക്കണം. പിന്നെ ഈ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ പണികൾക്ക് നമ്മൾ തന്നെ ഇറങ്ങണം. എന്നാലേ നമ്മളെ പണികളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ പുതിയതായിട്ടൊരു സോപ്പ് ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങളും കൂടി സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് ഉഷാറായിട്ട് തന്നെ അതൊക്കെ പോവും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ തന്നെ നമ്മൾ തേങ്ങ എടുക്കാനും വെളിച്ചെണ്ണ ആട്ടാനൊക്കെ നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രയത്നിച്ചാലും ഒരുപാട് എഫേർട്ട് എടുത്താലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ കഴിയുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ തിരക്കാണ് എന്നെക്കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഇരുന്നാലേ അവിടെ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ തിരക്കാണ്. എനിക്ക് 5 മക്കളെയും കൊണ്ട് തിരക്ക് തന്നെയാണ് കേട്ടോ. തിരക്കും കുട്ടികളെ കാര്യം, വീട്ടിലെ കാര്യം, കട, പിന്നെ സോപ്പ് ഉണ്ടാക്കലും ഒക്കെ പാട് തിരക്ക് തന്നെയാണ്. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കണ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയിൽ നമ്മൾ യൂട്യൂബ് ചാനലും ഇപ്പോൾ ആണെങ്കിൽ വീഡിയോ ഇടാനൊന്നും പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കഴിയണില്ല. എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര കുഴക്കും. എല്ലാം കൊണ്ട് കഴിയുമ്പോൾ എഡിറ്റ് ചെയ്തിരിക്കാൻ കഴിയണില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോക്കൊക്കെ പെൻഡിങ് കേട്ടോ. പിന്നെ വീഡിയോക്കാണ് വല്ലാതെ വ്യൂസ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തിട്ട് വ്യൂസ് ഒന്നും കാണാതാവുമ്പോൾ അതിലേറെ സങ്കടം അതൊരു ഭാഗത്ത് അതുണ്ട്. അപ്പോൾ അതൊക്കെ പാടാണ് നമ്മൾ വീഡിയോ സങ്കടം കാണുമ്പോൾ വേദനയും ഒക്കെയാണ് കേട്ടോ. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീഡിയോ ഇത്രയും എത്തിച്ചത്. പിന്നെ ആണെങ്കിലും അതിനിടയിൽ നമുക്ക് കുറ്റപ്പെടുത്തലും ഒന്നും ആയില്ല എന്നുള്ള പരാതി കേൾക്കലും ഒക്കെ പാടുണ്ടാവുമ്പോൾ നമുക്ക് സങ്കടമാണ്.
അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കട്ടോ. പിന്നെ ജീവിക്കാനുള്ളൊരു വീട്ടമ്മയുടെ പോരാട്ടമാണെന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.